വണ്ടി ആയാലും മറ്റ് മെഷീനുകളായാലും സമയത്തിന് മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യണം. ഇല്ലെങ്കിൽ അതുകൊണ്ട് പിന്നെ ഉണ്ടാകുന്ന കോസ്റ്റ് നമുക്ക് താങ്ങാൻ പറ്റുന്നതിലും അധികമാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, GST റിക്കവറി തുടങ്ങിയതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചില ആൾക്കാർക്ക് ഒരു സംശയം, അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും നോട്ടീസോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അതിന് കാര്യഗൗരവത്തിൽ എടുത്തിട്ട് അതിന് കൃത്യമായ മറുപടി കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ അതിന് പറ്റുന്ന കൺസൾട്ടന്റുമാരെ പോയി കാണുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഓർഡറോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ സമയബന്ധിതമായിട്ട് അപ്പീൽ കൊടുക്കുക. ഇല്ലെങ്കിൽ ആ ചാൻസ് ഒക്കെ നഷ്ടപ്പെട്ടു പോകും. പിന്നെ അവസാനം സർക്കാർ പറയുന്ന പൈസ സർക്കാരിലേക്ക് അടക്കേണ്ടി വരും. ഇല്ലെങ്കിൽ നിങ്ങളുടെ പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ റിക്കവർ ചെയ്യും, ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്യും. ഇത് പല കച്ചവടക്കാരും പലപ്പോഴും ലാഘവത്തിലാണ് എടുത്തിരിക്കുന്നത്. ഈ വാറ്റ് ഉണ്ടായിരുന്ന സമയത്തുള്ള ഒരു കാലാവസ്ഥയൊന്നുമല്ല ഇപ്പോൾ, ഒരുപാട് മാറി. ഡിപ്പാർട്ട്മെന്റ് കുറെ കൂടി അഗ്രസീവായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ നോട്ടീസോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ സമയബന്ധിതമായിട്ട് അത് തീർക്കുകയാണെങ്കിൽ അതിനെക്കൊണ്ടുണ്ടാകുന്ന ചെലവും അതിനെക്കൊണ്ടുണ്ടാകുന്ന തലവേദനയും വളരെ കുറവായിരിക്കും. അത് നീട്ടി കൊണ്ടുപോയി അതിനെ അവഗണിച്ചു കഴിഞ്ഞാൽ, മറുപടി കൊടുക്കാതിരുന്നാൽ ഭാവിയിൽ നല്ലൊരു പെനാൽറ്റിയും കാര്യങ്ങളൊക്കെ വരും. അതിൻ്റെ എല്ലാം കച്ചവടം നിങ്ങൾക്ക് സ്റ്റെബിലൈസ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ, മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ സർക്കാർ സംബന്ധമായ കാര്യങ്ങൾക്ക് നോട്ടീസോ കാര്യങ്ങളോ വന്നാൽ റിപ്ലൈ കൊടുക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അത് ചെയ്യാതിരുന്നാൽ നമുക്ക് പലതുള്ളി പെരുവെള്ളം പോലെ ഒരുപാട് പെനാൽറ്റിയും കാര്യങ്ങളും കൂടി വരും. നമ്മുടെ പോക്കറ്റിൽ നിന്ന് തന്നെ അവസാനം പൈസ എടുത്ത് ഇറക്കേണ്ടി വരും. പിന്നെ റോങ് ആയിട്ടുള്ള കൺസൾട്ടേഷൻ കാര്യങ്ങളൊക്കെ എടുക്കുന്നതിന് പകരം കൃത്യമായിട്ട് നിയമം മനസ്സിലാക്കി നിയമത്തിൽ പറഞ്ഞ രീതിയിൽ അതിനെങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മുറി വൈദ്യൻ ആളക്കൊല്ലും എന്ന് പറഞ്ഞ പോലെ ഇതിനകത്ത് കൃത്യമായിട്ട് ധാരണയില്ലാത്ത ആൾക്കാർ കൺസൾട്ടേഷൻ എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് നഷ്ടം വന്നാലും കച്ചവടക്കാരാണ് സഹിക്കേണ്ടി വരിക. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ നോട്ടീസോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സമയബന്ധിതമായിട്ട് അതിന് റിപ്ലൈ കൊടുക്കുക. ഇനി ഓർഡറോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ സമയബന്ധിതമായിട്ട് അപ്പീൽ കൊടുക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ പറയാം.